ബാക്ക് സൂപ്പർ മോം. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ്. ആദ്യ വിവാഹം, വയസ്സ് 29. ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അസ്സലാമു അലൈക്കും ഇത്ത എനിക്ക് ആദ്യ വിവാഹമാണ്. പിന്നെ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ അഞ്ചലാണ്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +2 ITI മോട്ടോർ മെക്കാനിക്ക് പാസ്സായാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വണ്ടി ഓടുവാണ്. ആട്ടോയും കാറും അങ്ങനെയുള്ള ഓട്ടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൗദിയിലായിരുന്നു. ഇപ്പം ഉമ്മാക്ക് വയ്യാത്തതിൻ്റെ പേരിലാണ് ഇപ്പം നാട്ടിൽ നിൽക്കുന്നത്. ഇനിയിപ്പം ഉടനെ തിരിച്ച് പോകണം. അതിനുള്ള വിസയുടെ ഇത് നോക്കുന്നുണ്ട്. എനിക്കിപ്പോൾ വെയിറ്റ് വരുന്നത് 65-70 ഇപ്പം. ഞാനും ഉമ്മായും മാത്രമേ ഉള്ളൂ. പെങ്ങളുണ്ട്. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ്, പെങ്ങളുടെ മകളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞാണ്. അവർ വേറെയാണ് താമസം. മതപരമായിട്ട് ഞാൻ 7ാം ക്ലാസ് വരെയാണ് പോയേക്കുന്നത്. പിന്നെ വാപ്പി മരണപ്പെട്ടിട്ട് ഇപ്പം 6 വർഷമായി, 6-7 വർഷമായി വാപ്പി മരണപ്പെട്ടിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ശാരീരികമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ വലത്തെ കാല് ചെറിയൊരു നീളക്കുറവുണ്ട്. അത് പക്ഷേ ആദ്യ കാഴ്ചയിൽ അങ്ങനെ എടുത്തറിയിക്കൊന്നുമില്ല. എൻ്റെ അടുത്ത് സഹകരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ്, ഡ്രൈവറാണ്. എത്തിയും കൊച്ചാണെങ്കിലും കുഴപ്പമില്ല. പ്രായം 20. എനിക്കിപ്പം മെയ് ആകുമ്പോൾ 29 ആവും. അപ്പം അതിൻ്റെ താഴോട്ട് എത്ര ആയാലും കുഴപ്പമില്ല. എനിക്ക് ആകെ ഒരൊറ്റ ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുള്ള ഒരു കൊച്ചായിരിക്കണം. അങ്ങനെ താല്പര്യമുള്ള കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തുടർന്ന് പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ ഒരാഗ്രഹം എൻ്റെ പാർട്ണറായിട്ട് വരുന്നൊരു കൊച്ച് നല്ലപോലെ പഠിച്ചൊരു ജോലി മേടിക്കണം. പഠിക്കാൻ പറ്റുന്നിടത്തോളം മാക്സിമം എനിക്ക് പഠിപ്പിച്ചൊരു ജോലി മേടിക്കണം. നാളെ സമയത്ത് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാലും അവരും എൻ്റെ കുടുംബക്കാരുടെ മുമ്പിലായാലും അവരുടെ കുടുംബക്കാരുടെ മുമ്പിലായാലും പോയി കൈ നീട്ടേണ്ട അവസ്ഥ വരും. അപ്പം മാക്സിമം പഠിക്കാൻ താല്പര്യമുള്ള ഒരു കൊച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും മതി. പിന്നെ നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കണം. ഞാനിപ്പം ഇത്രയും ലേറ്റ് ആവത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നോക്കിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മയ്ക്ക് വയ്യാതായപ്പം പിന്നെ ഇനി ഉമ്മയ്ക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് പറ്റിയൊരു പാർട്ണറെ കണ്ടെത്തണം എന്ന് വിചാരിച്ച്. വേറെ വലിയ ഡിമാൻഡായിട്ടൊന്നും എനിക്കില്ല. കുടുംബത്തെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു കൊച്ചായിരിക്കണം. ഏത് ജില്ലയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുണ്ടോ, ജില്ലയും ദൂരമൊന്നും എനിക്ക് പ്രശ്നമുള്ളതല്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നൊരു പെൺകൊച്ചായിരിക്കണം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കായി വധുവിനെ തേടുന്നു. ആദ്യ വിവാഹം, ജില്ല കൊല്ലം, സ്ഥലം അഞ്ചൽ, പയ്യന്റെ പ്രായം 29, ഉയരം 160, വെയിറ്റ് 70, നിറം ഇരുനിറം. വിദ്യാഭ്യാസ യോഗ്യത +2 കഴിഞ്ഞ് മോട്ടോർ മെക്കാനിക്കാണ് പഠിച്ചത്. നിലവിലുള്ള ജോലി നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ആദ്യം സൗദി അറേബ്യയിലായിരുന്നു, തിരിച്ച് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മതപഠനം 7ാം ക്ലാസ്. ശാരീരിക പ്രശ്നത്തിൽ പറഞ്ഞിരിക്കുകയാണ് വലത് കാലിന് ചെറിയ നീളം കുറവുണ്ട്. അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ആർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമില്ല. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ സഹോദരന് ഒരു ഡ്രൈവറും കൂടിയാണ്. പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം. പെൺകുട്ടിയുടെ പ്രായം 25 വരെ ആകാം. ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയോ നിലവിൽ ജോലിയുള്ള കുട്ടിയോ ആയിരിക്കണം. അതിനാ സഹോദരൻ പറഞ്ഞ കാരണം ഇങ്ങനെയാണ്: തനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ പെൺകുട്ടിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഗതികേട് വരരുത്, അതിനൊരു വിഷമോ പ്രയാസമോ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റു ഡിമാൻഡുകളൊന്നുമില്ല. എങ്കിലും
എന്റെ വരുമാനത്തെയും എന്റെ സാഹചര്യത്തെയും എന്റെ കുടുംബത്തെയും എന്നെ സ്നേഹിക്കുന്ന ഒരു പങ്കാളി ആയിരിക്കണം. എത്തിയും കുട്ടിയാണെങ്കിലും ഞാൻ സ്വീകരിക്കുന്നതാണ്. മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല. ജില്ല പ്രശ്നമല്ല. ഈ ആലോചനയെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ്. അതുപോലെ എന്താണ്, അതെ, ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. ഗുഡ് നൈറ്റ്.